മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും കോട്ടൂപ്പാടം റെസിഡൻസ് അസോസിയേഷന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നിങ്ങളുടെ അനുവാദത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ചെറുനാടകത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ ഊഷ്മളമായ സ്വാഗതം. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നാടകത്തിൽ പങ്കെടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടാം. രാജേഷ് തേവളുകണ്ടിയിൽ, ഉണ്ണികൃഷ്ണൻ സുഹൃതം, സതീശൻ ഉണിക്കാം വീട്ടിൽ, ഷാജി ഞണ്ടാടി, വിജയൻ PM, ജയചന്ദ്രൻ തേവളുകണ്ടിയിൽ, വത്സൻ കൊല്ലേരി, മനോജ് അക്കരപ്പറമ്പത്ത്, ജിതിൻ തേവളുകണ്ടിയിൽ, ധനേഷ് തയ്യിൽ തൊടുകയിൽ, രവീന്ദ്രൻ പുഷ്പാലയം, ഹരിദേവ്, ബേബി പാലാട്ട് പറമ്പത്ത്, സുപ്രിയ സോപാനം, ബേബി മെത്തൽ തൊടുകയിൽ, ഷൈനി പുതിയാറമ്പത്ത്, ഷാലി ബിനോയ്, സൂര്യ ഷാജി, ശ്യാമള ഒറ്റപ്പിലാക്കിൽ, സജിനി സൗരീകം ആൻഡ് പാർവണ ജയനീഷ്. പശ്ചാത്തല സംഗീതം സജിത് കുരിക്കത്തൂർ. ശബ്ദലേഖനം രാജീവ് കൗതുകം. സാങ്കേതിക സഹായം MPP രാജ് മല്ലാപ്പറമ്പ. നാടക സംവിധാനം ജനാർദ്ദനൻ ചെത്തുകടവ്. ഏവരുടെയും ശ്രദ്ധാപൂർവമായ വീക്ഷണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ചിലന്തി. രാജേട്ടാ, ആ ബാനർ ഒന്ന് പൊക്കി കെട്ടീന്ന്. പൊക്കാൻ പറയുമ്പോ താഴ്ത്താണേ, പൊക്കി കെട്ടീന്ന്. ഇതെല്ലാ കാര്യത്തിനും എന്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എന്താ ലീലേർത്തിയെ, ആ കസേരൊക്കെ നിരത്തി കഴിഞ്ഞെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരി. നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? ഇപ്പൊ തന്നെ സമയം വൈകി. ഹലോ, ഉഷേ, നമ്മളെ പരിപാടിന്റെ തിരക്കിലായിട്ടാ വിളിക്കാതിരുന്നത്. ആടോ, നമ്മളെ റെസിഡൻസിന്റെ പരിപാടിയല്ലേ, ഡാൻസ്, നാടകം എല്ലാം കൂടി തിരക്കോട് തിരക്ക്. അതിന്റെ ഇടയിൽ നമ്മളെ കുടുംബശ്രീന്റെ പരിപാടി. എന്റെ ലിങ്കേജിന്റെ കാര്യല്ലേ, അത് എല്ലാരോടും കൂടി പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാം. പിന്നെ എന്റെ ആന്തരിക ലോൺ ഉണ്ടല്ലോ, അത് വേഗം തിരിച്ചടയ്ക്കണം. എന്നാലേ എല്ലാരോടും കൂടി പറഞ്ഞ കണക്ക് ലിങ്കേജ് ഞാൻ ശരിയാക്കി തരാം. ആടോ, ഞാൻ ശരിയാക്കി തരാനക്ക്. ബേബിയേച്ചിയെ, ഇമ്പളെ പരിപാടിക്ക് ഒക്കെ അല്ലേ? ഈ നല്ല ആളാ ഷൈനിയെ. ഇപ്പളാ വരുന്നേ? എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചതാ എന്നെ. ഇതെല്ലാ കാര്യങ്ങളും എന്റെ തലയിലിട്ടിട്ട് നിങ്ങൾക്കൊക്കെ സമയമാകുമ്പോ വന്നാ മതി. തിരക്കാണ് ബേബിയേച്ചിയെ, ഇമ്പളെ റെസിഡൻസിന്റെ പരിപാടിയല്ലേ, ഒന്ന് തല ചൊറിയാൻ നേരല്ല, തിരക്കോട് തിരക്ക്. പിന്നെ ഫോണില് കുത്തി കളിക്കുന്നല്ലേ തിരക്ക്? അല്ല ബേബിയേച്ചിയെ, നിങ്ങൾ എന്തേലും പറഞ്ഞോ? ഷൈനിയെ, ഈ എന്തെങ്കിലും കേട്ടോ? ഇന്ന ബേബിയെ, ബൊക്കിയും പൊന്നാടി ഇനി ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടേ. ഇത് കണ്ടോ ഷൈനിയെ, സുപ്രിയേച്ചി ചെയ്തത്? ഇങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ച കാര്യങ്ങള് ഓരോരുത്തര് ചെയ്താല് ഇന്റെ അധ്വാനം കുറച്ച് കുറഞ്ഞു കിട്ടും. അല്ല മോളെ, ഇവിടെ എന്താ പരിപാടി? എന്റെ ബേബിയേച്ചിയെ, നാടായ നാട് മുഴുവൻ മൈക്കിൽ വിളിച്ചു പറഞ്ഞു പോയിട്ട് നിങ്ങള് മാത്രം ഇതൊന്നും കേട്ടില്ലേ? ഇന്ന് രാവിലെ പത്രത്തിന്റെ കൂടെ വലിയൊരു നോട്ടീസ് ഉണ്ടേനിയല്ലോ, അതിലൂടെ നിങ്ങൾ ഉണ്ടക്കണ്ണൊന്ന് പായിപ്പിച്ചൂടേനിയോ? മനസ്സിലായി. പഞ്ചായത്തുന്നേ വയസ്സന്മാർക്ക് കട്ടില് കൊടുക്കുന്ന പരിപാടിയല്ലേ? നിങ്ങളൊരു കട്ടില്. അപ്പൊ അതല്ലേ? ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഫോണും ആധാർ കാർഡും കൂടി ലിങ്ക് ചെയ്യുന്ന പരിപാടിയല്ലേ? നിങ്ങൾ ഓലക്കേമലൊരു ലിങ്ക്. അപ്പൊ അതുമല്ലേ? ബേബിയേച്ചിയാ, നിങ്ങൾ അതാ അവിടെ ഒരു ബാനർ കണ്ടോ? അതൊന്ന് വായിച്ചു നോക്കി. അതിലുണ്ട് ഇവിടെ എന്താ നടക്കാൻ പോണത്. രാജേഷിന് സ്വീകരണം. രാജേഷോ?
ആ ഡോക്ടർ രാജേഷിന് സ്വീകരണം. സുപ്രിയച്ചിയെ ട്യൂബ് ലൈറ്റാ മിന്നി മിന്നിയേ കത്തു. ആരാ മോളെ ഈ രാജേഷ്? നമ്മുടെ നാടിന്റെ അഭിമാനം. നമ്മുടെ നാട്ടിൽ നിന്നും ആദ്യമായി ഡോക്ടറായ ഡോക്ടർ രാജേഷിന്, അല്ല നമ്മുടെ സ്വന്തം രാജുവിന്, നമ്മുടെ കുടുംബശ്രീ ഒരുക്കുന്ന സ്വീകരണം. നമ്മുടെ കേളപ്പേട്ടന്റെ മോൻ ഡോക്ടർ രാജുവിന് നമ്മുടെ കുടുംബശ്രീ നൽകുന്ന ഗംഭീര സ്വീകരണം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങിയ മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങിയ ഈ മലയോര ഗ്രാമത്തിന്റെ അഭിമാന കഞ്ചുകമായ ഡോക്ടർ രാജേഷിന് നമ്മുടെ കുടുംബശ്രീ ഒരുക്കുന്ന വൻ സ്വീകരണം. അല്ല മോളെ, നമ്മുടെ പരിപാടിക്ക് ചിങ്കാരിമേളം മാത്രമേ ഉള്ളൂ, കലാപരിപാടികളൊന്നുമില്ലേ? ബേബിയച്ചിയെ നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് വരി. എന്തേ മോളെ? നിങ്ങൾ ശരിക്കും പൊട്ടത്തിയ അല്ലേ? പൊട്ടത്തിയായിട്ട് അഭിനയിക്കും. അതേ ഇപ്പൊ നന്നായത്. സ്റ്റേജും കെട്ടി ആൾക്കാര് വന്ന് എന്നിട്ട് ആ കലാപരിപാടിക്ക് തരീന്ന്. ആരും ബേജാറാവണ്ട. ഇവിടേക്ക് പറ്റിയ ഒരു സ്വയംഭം കലാപരിപാടി ഈ വർഗീസിന്റെ കയ്യിലാണ്. ഹോ, വർഗീസ് ആണല്ലോ പരിപാടി കൊള്ളായത് തന്നെ. ഓ, നല്ല ചൂടിലാന്നാ തോന്നുന്നു. ഓ, ഓനൊരു കോയിപ്പേനാ. പ്ലീസ് എക്സ്ക്യൂസ് മീ, ഈ വലിയ കലാകാരനെ ഒന്ന് വഴി മാറി തന്നേ. ബേബിയേച്ചിയെ, നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. ബേബിയേച്ചിയെ, ഇവിടേക്ക് പറ്റിയ ഒരടിപൊളി പരിപാടി വർഗീസിന്റെ കൈയുണ്ടെന്നേ. ഈ മഹാകവി വർഗീസ് സ്വന്തം കൈപ്പടയിൽ സ്വന്തം പേന കൊണ്ട് സ്വന്തം കടലാസിൽ സ്വന്തമായി എഴുതിയ സ്വന്തം കവിത. വർഗീസോ കവിതയോ? നിങ്ങൾക്ക് എന്നതാ ഒരു പുണ്യം, ഈ വർഗീസിന് എന്നതാ കവിത വരുത്തല്ലേ? അല്ല, ആരും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഓ, കോട്ടൂർപ്പാടത്തെ നെടുമുടി തന്നെ. ഈ മഹാകവി വർഗീസ് സ്വന്തം കവിത ആലപിക്കാൻ ആരംഭിക്കുന്നു. ഷൈനേച്ചിയെ, നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലും, ബേബിയേച്ചിയെ നിങ്ങളും എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലും, എല്ലാവരും എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലും. എന്നാലും എന്റെ വർഗീസേട്ടാ, വേണോ ഈ പാതകം? ആയിക്കോട്ടേന്ന്. പ്രളയം വന്ന് നമ്മള് തോറ്റോ, നിപ്പ വന്ന് നമ്മള് തോറ്റോ, പിന്നെ കൊറോണ വന്ന് എന്നിട്ടും നമ്മള് തോറ്റോ? അതിലും വലുതല്ലല്ലോ ഈ ദുരന്തം. അതാണ് ഈ മഹാകവി വർഗീസ് സ്വന്തം കവിത ആലപിക്കാൻ പോവുകയാണ്. മുളവീടുറങ്ങിയല്ലോ, മുളം കാറ്റ് വീശിയല്ലോ, ഒരു പെഗ് മോന്തുവാനായി ആത്മാവ് തേങ്ങുന്നല്ലോ. അടിപൊളി. എന്നാ പിടിച്ചോ ഒരത്യന്താധുനിക കവിത. പനവീടുറങ്ങിയല്ലോ, പനങ്കാറ്റു വീശിയല്ലോ, പനങ്കള്ള് മോന്തുവാനായി ആത്മാവ് തേങ്ങുന്നല്ലോ. വർഗീസേ, ഈ വെറും കോപ്പിയടിയാണല്ലോ. ഈ മഹാകവി വർഗീസിന്റെ കവിത ആസ്വദിക്കാൻ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. ഓ, കുമ്പ ചാടിയ മമ്മൂട്ടി. വർഗീസേ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഓ, മോഹൻലാൽ കരിഞ്ഞു പോയോ? പ്ലീസ്
ഒരവസരം കൂടി തരൂ, ഒരവസരം പ്ലീസ്. വർഗീസ്, മര്യാദയ്ക്കാ ഞാൻ പറയുന്നത്. പോന്നാ നല്ലത്. ഇല്ലെങ്കിലേ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കൂ. വർഗീസെ, ബേബിയച്ചിന്റെ തനി സ്വഭാവം എനിക്കറിയാലോ. വേം പോകാൻ നോക്ക്. ഈ വർഗീസിന്റെ കവിത സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. എവിടെ? പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ, നമ്മുടെ നാടിന്റെ അഭിമാനം ഡോക്ടർ രാജേഷ് ഏതാനും നിമിഷങ്ങൾക്കകം സ്വീകരണ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ, നമ്മുടെ നാടിന്റെ അഭിമാനം ഡോക്ടർ രാജേഷ് ഏതാനും നിമിഷങ്ങൾക്കകം സ്വീകരണ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. അല്ല കുട്ടികളെ, ഞമ്മള് വൈകിയ ആ ആചാരോ? ആചാരേ, ഇരിക്കി. അല്ല കുട്ടികളെ, ഞമ്മളെ ചങ്ങായി കേളപ്പനെടുത്തു. പറഞ്ഞ പോലെ കേളപ്പേട്ടനോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞതാണല്ലോ. കേളപ്പേട്ടന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ? കേളപ്പേട്ടൻ അതാ ആൾക്കാരിടയിൽ എവിടെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും. വാസ്തവം, ഓ പണ്ടേ അങ്ങനെയാണ്. കേളപ്പേട്ടൻ അതായിരിക്കുന്നു. കേളപ്പേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വരീന്ന്. വേണ്ട, ഞാൻ ഇവിടെ എവിടെങ്കിലും ഇരുന്നോളാം. കേളപ്പേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വരീന്ന്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. കേളപ്പേട്ടനെ പിടിക്കണേ. കേളപ്പേട്ടാ, പതുക്കെ പതുക്കെ. ഈ കുട്ടികളുടെ ഒരു കാര്യം, ഞാൻ അവിടെ എവിടെങ്കിലും ഇരുന്നോളായിരുന്നു. കേളപ്പേട്ടാ, നിങ്ങൾ ഇവിടെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങോട്ട് കുത്തിയിരിക്കും കേളപ്പ. കേളപ്പേട്ടൻ എന്തെങ്കിലും 2 വാക്ക് നമ്മളെ നാട്ടുകാരോട് പറയും. എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കിയില്ലേ, അതെന്നെ വലിയ കാര്യം, അതെന്നെ വലിയ ഭാഗ്യം. കേളപ്പേട്ടൻ നമ്മുടെ നാടിന്റെ മാത്രമല്ല, അധ്വാനിക്കുന്ന കർഷക സമൂഹത്തിന്റെ കൂടി അഭിമാനമാണ്. അധ്വാനിക്കുന്ന കർഷക സമൂഹം, ആ വാക്കിന് മിണ്ടിപ്പോകരുത്. തെരുവു പട്ടികൾക്ക് പോലും ആത്മാഭിമാനമുണ്ട്. അഴുക്ക് ചാലിൽ നുരയുന്ന പുഴുക്കൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും കർഷകന് നൽകാത്ത ഈ സമൂഹത്തിൽ പറഞ്ഞു രസിക്കാനൊരു ഭംഗി വാക്ക് അധ്വാനിക്കുന്ന കർഷക സമൂഹം. കേളപ്പേട്ടൻ ഒരു കർഷകനല്ലേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ, നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ രാജേഷ് ഇതാ ഇതാ സ്വീകരണ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും അദ്ദേഹത്തെ അനുഗമിക്കണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. മാറി നിൽക്കുന്നേ, മാറി നിൽക്കി. മുഖ്യമന്ത്രി അങ്ങോട്ട് കൊണ്ട് ചെയ്യ കൊണ്ടാണ് ഞാനിടാം. ഓക്കെ, പൊന്നാട, എന്താണിതൊക്കെ? ഓ, സ്വീകരണം. പൂമാലയില്ലേ? പൂമാലയില്ല? പൂമാലയില്ലാതെ എന്ത് സ്വീകരണം? പൂമാലയില്ലാതെ എന്ത് സ്വീകരണം? രാജു, ഈ എന്താ കാണിക്കുന്നത്? ഇതൊരു സ്വീകരണ വേദിയല്ലേ? ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ? ആരാ ആരാ നിങ്ങളൊക്കെ? രാജു, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ബേബിയേച്ചി. വേണ്ട, ബേബിച്ചി?
എനിക്ക് ബൊക്കയും പൊന്നാടി ഒന്നും വേണ്ട. ഒരു ഡോസ്, ഒരൊറ്റ ഡോസ് പ്ലീസ്. കേളപ്പ ഓൻ എന്താ മാണ്ടിയച്ച വാങ്ങിക്കൊടുക്ക്, കായ് ഞമ്മള് തരാ. മോനെ, നിനക്ക് എന്താടാ വേണ്ടത്? ഈ അച്ഛനോട് പറ. അച്ഛാ, അച്ഛനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ഒരു ഡോസ്, ഒരൊറ്റ ഡോസ്, ഒരു സിറിഞ്ചിലേക്കുള്ളത് പ്ലീസ്. അല്ല, ഇത് ഞമ്മള് കൂട്ടിയാ കൂടൂല. അല്ല അല്ല, ഇതെന്റെ മോനല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് തെറ്റി, അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ല, കിയാമത്തിന്റെ കാലത്ത് അലാമത്ത് അല്ലാതെ തെത്താ പറയാ. കേളപ്പേട്ട, നിങ്ങളൊന്ന് സമാധാനിക്ക്. ഒന്നുമില്ലെങ്കിലും ഓനൊരു ഡോക്ടറല്ലേ. ഡോക്ടർ, ഡോക്ടർ, ലഹരിയുടെ മായികലോകം തേടിയുള്ള യാത്രയിൽ എവിടെയോ നഷ്ടപ്പെട്ട ഒരു സ്വപ്നമാണ് ഡോക്ടർ. എന്റെ തല പൊട്ടിപ്പിളരുന്നു, ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ഒരു ഡോസ്, ഒരൊറ്റ ഡോസ്. മോനെ, 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 മോനെ. പത്രം 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 പത്രം, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. പത്രം 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 പത്രം. നഗരമധ്യത്തിൽ യുവാവ് യുവതിയെ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. യുവാവ് ലഹരിക്കടിമയായിരുന്നുവെന്ന് പോലീസ്. ലഹരിക്കടിമയായ യുവാവ് കുടുംബത്തിലെ 5 പേരെ വെട്ടിക്കൊന്നു. പത്രം 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 പത്രം, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ആ മോനെ, ഒരു പത്രം ഉണ്ടാ പൈസ. ചില്ലറ തെരീന്ന്. ചില്ലറല്ലായിട്ടല്ലേ മോനെ. നിങ്ങൾ ഈ വലിയ നോട്ടൊക്കെ തന്ന ഞാൻ എന്താ ചെയ്യാ? എന്നാ ഈ ഒരു കാര്യം ചെയ്യും, അതും കൊണ്ടാ നാളെ തരാം. അയിനടക്കട്ടെ. ഇതാ ബാക്കി. ആയി ശരി, ചില്ലറ ഉണ്ടായിട്ട് എനിക്ക് കളി. ആ, ചില്ലറ തന്നതും പോരാ, നിരിഞ്ച മാക്കറ്റ് എടുക്കുക. മോനെ, ഒരു പത്രം എനിക്ക് കൊണ്ടാ. ചില്ലറ ഉണ്ടല്ലേ? ജില്ലറൊക്കെ ഉണ്ട് മോനെ, ഈ പത്രം കൊണ്ടാ. പത്രം 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 പത്രം, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. പത്രം 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 പത്രം. 10 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. നഗരത്തിലെ പ്രശസ്ത എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് പിടിയിലായത്. മക്കളൊക്കൊരു കാര്യം. മയക്കുമരുന്നിന് അടിമയായ യുവാവ് 5 പേരെ വെട്ടിക്കൊന്നു. ഇമ്പളെ നാടെങ്ങോട്ടാ പോകുന്നത്? 8 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളിയുമായി വിദ്യാർത്ഥികൾ തമ്മിൽ മയക്കുമരുന്നിന് അടിമകളായിരുന്നുവെന്ന് അമ്മയെ കുത്തിക്കൊന്നു. മയക്കുമരുന്ന് നൽകി യുവതിയെ പീഡിപ്പിച്ചു. മയക്കുമരുന്നുമായി കാറിൽ യാത്ര ചെയ്ത യുവാക്കൾ പിടി. നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. മയക്കുമരുന്ന് ലഹരിയിൽ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു. 10 ഗ്രാം MDMA-യുമായി കോളേജ് വിദ്യാർത്ഥികൾ പിടിയിൽ. മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം ലഹരി വഴിയിൽ യുവത്വ കേരളം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ ഡോക്ടർ സജിനി. നമസ്കാരം മാം. നമസ്കാരം. വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമുണ്ട്, വിവേകം വേണ്ടുവോളമുണ്ട് നമ്മുടെ ജനതയ്ക്ക്. പക്ഷേ പത്രത്താളുകളിലും TV സ്ക്രീനിലും നിറയുന്നത് ലഹരി നിറയുന്ന വാർത്തകൾ. പിടിക്കപ്പെടുന്നവരും അടിമപ്പെടുന്നവരും കൗമാരപ്രായക്കാർ. എന്തു പറ്റി മാം നമ്മുടെ യുവതലമുറയ്ക്ക്? ഭ്രമങ്ങളിൽ ലയിച്ചു പോകുന്ന യുവത്വം
അതാണ് ഭയപ്പെടുത്തുന്നത്. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ആഗ്രഹം, അതിനുവേണ്ടി കുറുക്കുവഴി തേടുന്നവർ, പ്രതിസന്ധികളെ പരിചയമില്ലാത്ത ഒരു യുവതലമുറയാണ് വളർന്നു വരുന്നത്. മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ പരിഹാരം ലഹരിയിൽ അഭയം തേടലാണെന്ന് കരുതുന്നവർ. എന്നാൽ ലഹരിയുടെ ലോകം നൈമിഷികവും ആപത്കരവുമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ചത്താലും പെറ്റാലും, മുറ്റത്തെ മാവിന് കണ്ണിമാങ്ങ വിരിഞ്ഞാലും, എന്തിന് പട്ടി പെറ്റാൽ പോലും ആഘോഷം എന്ന സ്ഥിതിയായിരിക്കുന്നു. ആഘോഷം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ലഹരിയിൽ മതിക്കുന്ന ആഘോഷം. മതി മോളെ, മോള് ക്ഷീണിച്ചു. ഇനി നാളെ ആവട്ടെ. അച്ഛ ഈ പ്രാവശ്യം ഫോക്കിനും ഭരതനാട്യത്തിനും ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് അച്ഛന്റെ മോള് തന്നെ വാങ്ങും. സെറ്റ്. MPTA പ്രസിഡന്റിന് ഒന്ന് ഷൈൻ ചെയ്യാലോ. ഒന്ന് പോ പ്രസാദേട്ടാ, ഞാൻ അങ്ങനെ ഷൈൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല. പിന്നെ നമ്മുടെ മോളെ പറ്റി ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തിരി അഭിമാനമൊക്കെ തോന്നാറുണ്ട്. എടീ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇനി ഇത്തിരി ഷൈൻ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ഭാഗ്യല്ലേ നമ്മുടെ മോള്. ഭാഗ്യം മാത്രല്ല പ്രസാദേട്ടാ, നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. ആ മോളെ വേഗം റെഡിയാകും. നിന്നെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോയെ. എന്താടി നീ വാതിലടച്ചിട്ടിരിക്കുന്നത്? സ്കൂള് വിട്ട് വന്നാ ഇപ്പൊ നിന്റെ പതിവാണല്ലോ ഇത്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നിന്റെ ഉഴപ്പ് ഞാൻ അറിയുന്നുണ്ട്. എടി, നീ ഒന്ന് സമാധാനിക്ക്. അവള് പഠിച്ചോളൂ. പഠിച്ചോളും. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിനെ പുന്നാരമോൾക്ക് എല്ലാത്തിനും സി ഗ്രേഡാ. ടീച്ചേഴ്സ് ഇവളെ പറ്റി പറയുന്നത് കേട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. നീ നോക്കിക്കോ, അടുത്ത ക്ലാസ് ടെസ്റ്റിന് നമ്മുടെ മോള് എല്ലാത്തിനും A+ ആയിരിക്കും. അല്ല മോളെ? പുന്നാരിച്ച് വഷളാക്കിക്കോ.
പ്രസാദേട്ട, എന്താ എന്താ നമ്മുടെ മോൾക്ക് പറ്റിയത്? പറ്റിയത് അവൾക്കല്ല, നമുക്കാ. ഇല്ലായ്മയും വല്ലായ്മയും അറിയിക്കാതെ സ്നേഹം വാരിക്കോരി കൊടുത്ത് നമ്മൾ അവളെ വളർത്തി. നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മുടെ മോൾക്ക് കിട്ടണമെന്ന് നാം ആഗ്രഹിച്ചു. ആവശ്യത്തിനും അനാവശ്യത്തിനും ചോദിക്കുമ്പോഴൊക്കെ പണം കൊടുത്തു. ഇപ്പോഴും അവൾക്ക് പണം വേണമത്രേ. പറയടി, എന്തിനാടി നിനക്ക് പണം? പറയാൻ. എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം, എനിക്ക് ലഹരി വേണം, എനിക്ക് ലഹരി വേണം. ഇതിലും ഭേദം ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാ. കൊല്ലും, കൊല്ലും. പണം തന്നില്ല ഞാൻ കൊല്ലും, കൊല്ലും, കൊല്ലും. പണം തന്നില്ല ഞാൻ കൊല്ലും. ഞാൻ കാണി, എല്ലാം കാണുന്നവൾ, ഒരർത്ഥത്തിൽ കാലം തന്നെ. അതുകൊണ്ട് എല്ലാം കണ്ടല്ലേ പറ്റൂ. കേളപ്പേട്ടന്റെ സ്വപ്നം ഒരു പളുങ്കു കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. പ്രസാദിന്റെ കുടുംബം തന്നെ ഇല്ലാതായി. അങ്ങനെ ആരുടെയെല്ലാം സ്വപ്നങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങൾ കിട്ടാനുണ്ടല്ലോ ഇഷ്ടം പോലെ. മദ്യക്കുപ്പികൾ സിറിഞ്ചിലും പാക്കറ്റിലും കിട്ടുന്ന വേറെയും, ക്ലാസ് മുറികളിൽ, വീട്ടുമുറ്റത്ത്, കവലകളിൽ, എന്തിന് ഓൺലൈനിൽ പോലും. ഞാൻ കാണി, എല്ലാം കാണുന്നവൾ, ഒരർത്ഥത്തിൽ കാലം തന്നെ. അതുകൊണ്ട് എല്ലാം കണ്ടല്ലേ പറ്റൂ. ഞാൻ കാണി, എല്ലാം കാണുന്നവൾ, ഒരർത്ഥത്തിൽ കാലം തന്നെ. അതുകൊണ്ട് എല്ലാം കണ്ടല്ലേ പറ്റൂ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ. ആ വർഗീസ് ഇന്ന് നല്ല ഫോമിലാണല്ലോ. വർഗീസിന് ഫോമിന് എന്നതാ മാഷേ ഒരു കുറവ്. വർഗീസ് ഓൾവേസ് ഹാപ്പി. ഞാൻ വർഗീസിനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തൊരു മനപ്പൊരുത്തം, എന്തൊരു മനപ്പൊരുത്തം. ഞാൻ മാഷിനെയും ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. വർഗീസ് ഇങ്ങനെ കുടിച്ചു നശിക്കരുത്. വർഗീസിനെ കാത്ത് ഒരു കുടുംബമുണ്ട്. അവരുടെ ആശ്രയം താനാണ്. വർഗീസ് കുടുംബത്തിലുള്ളവർക്ക് ഒരു മാതൃകയാവണം. അതാണ് ഞാൻ പറയുന്നത്. വർഗീസിന് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലേലും ഈ മാഷിമാരൊക്കെ എങ്ങനെയാണെന്നേ ഉപദേശിച്ചങ്ങ് കൊന്നേക്കും. മാഷേ, എന്റെ 2 മക്കളുണ്ടല്ലോ, അവരിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏതെങ്കിലും ക്ലാസ്സിലാവട്ടെ. അവര് പഠിക്കാൻ എങ്ങനെയാ മാഷേ? കൊള്ളാം, നല്ല ചോദ്യം. പഠിക്കാനുള്ള നല്ല ഒരു അന്തരീക്ഷമെങ്കിലും വർഗീസ് അവർക്ക് നൽകാറുണ്ടോ? എന്നതാ മാഷേ ഈ പറയുന്നേ? അവർക്ക് എന്നതാ ഒരു കുറവ്? മനസ്സമാധാനം അത് കൊടുക്കാറുണ്ടോ? അതാണ് മനസ്സമാധാനം. അതിനല്ലേ ഞാൻ 2 വീശുന്നത്. എന്നിട്ട് കിട്ടിയോ? മറ്റുള്ളവരുടെ മനസ്സമാധാനം പോയി. വർഗീസേ, താൻ തന്റെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? പേടിയോടെ അല്ലാതെ തന്റെ മക്കൾ തന്നെ നോക്കിയിട്ടുണ്ടോ? വർഗീസേ, പകലന്തിയോളം പണിയെടുത്ത് ഒടുവിൽ കുടുംബത്തോടൊപ്പം ചേരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. കുട്ടികളോടൊപ്പം സ്നേഹം പങ്കിടുമ്പോൾ കിട്ടുന്ന
ഒരു സമാധാനം ഉണ്ടല്ലോ. അതാണ് വർഗീസേ യഥാർത്ഥ ലഹരി. അതാണ് വർഗീസേ യഥാർത്ഥ ജീവിത ലഹരി. അച്ഛാ, മോനെ, അച്ഛാ, അച്ഛാ, മോളെ, അച്ഛാ, മോളെ, മക്കളെ, മക്കളെ, മാഷേ, മാഷേ, ഞാൻ കണ്ടു മാഷേ, ഞാൻ കണ്ടു. എന്നെ വിളിച്ചു മാഷേ, മാഷേ, എന്നെ വിളിച്ചു മാഷേ, എന്നെ വിളിച്ചു. വർഗീസേ, കണ്ണും കാതും തുറന്നു വെക്കൂ. വർഗീസിനെ കാണാനും കേൾക്കാനും ഇവിടെ ആരൊക്കെയോ ഉണ്ട്. വർഗീസും ഒരു മനുഷ്യനാവൂ. ഞാനൊരു മനുഷ്യനാവും മാഷേ, ഒരു പുതിയ മനുഷ്യൻ. ഹേ മാർഗദർശി, നിർത്തുക നിന്റെ ഉപദേശം. അതിനിവിടെ എന്ത് പ്രസക്തി? ഈ ലോകം എന്റേതാണ്. ഞാൻ തീരുമാനിക്കും ഇവരെന്തു ചെയ്യണമെന്ന്. ലഹരിയുടെ വലകൾ നെയ്ത് ഒരു ചിലന്തിയെ പോലെ ഞാൻ കാത്തിരിക്കും. കഥകളിലെ കുഴലൂത്തുകാരനെ പോലെ ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ നയിക്കും എന്റെ ലോകത്തേക്ക്, ലഹരിയുടെ ലോകത്തേക്ക്. ഇല്ല, ഇനി ഒരാൾ പോലും നിന്റെ വലയിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഈ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുവാൻ ഇവിടെ ആരുമില്ലേ? ഇത് അവസാനത്തെ യുദ്ധമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇവൻ വരില്ലെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബവും. ഈ വിഷച്ചിലന്തികളെ ഇല്ലാതാക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട്. ഒരിക്കൽ എനിക്കൊരു തെറ്റുപറ്റി. ഇതെന്റെ പുതിയ ജന്മമാണ്. ഞാനുണ്ട് മാഷേ. ഈ വർഗീസും ഉണ്ട് മാഷേ. ഞാനുണ്ട്. നമ്മളുണ്ട്. ഞാനുണ്ട്. 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 മാഷേ ഞാനുമുണ്ട്. ഞാനുമുണ്ട്. ഞാനുണ്ട്. ഈ സുപ്രിയും ഉണ്ട്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും
പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നിന്നും പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നിന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അതിന്നു നമ്മൾ എടുക്കണമെന്ന് പ്രതിജ്ഞ ലഹരികളരുതരുത് പ്രതിജ്ഞ ലഹരികളരുതരുത് ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാം ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാം ചിലന്തി ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ വിഷച്ചിലന്തികൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതിനവസാനം കുറിക്കേണ്ടുന്നത് നിങ്ങളാണ്, നമ്മളാണ്. ഈ ചങ്ങലയിൽ കണ്ണിചേരാൻ നിങ്ങളുമുണ്ടാവില്ലേ? ഉണ്ടാവണം. ഈ സന്ദേശം നിങ്ങളിലേക്ക് പകർന്നു എങ്കിൽ ഞങ്ങൾ ധന്യരായി. എല്ലാ മാന്യപ്രേക്ഷകർക്കും കോട്ടുപാടം റെസിഡൻസ് അസോസിയേഷന്റെ നന്ദി, നമസ്കാരം.